ഹായ് കൂട്ടുകാരെ, പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പൈനാപ്പിൾ പച്ചടി നമുക്ക് എങ്ങനെ പെട്ടെന്ന് തയ്യാറാക്കാമെന്നാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ പച്ചടി തയ്യാറാക്കാനായിട്ട് നമ്മളൊരു പൈനാപ്പിൾ ഒരു മീഡിയം വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓവർ വലിപ്പമാവരുത്. നമ്മൾ പേരിക്കൊക്കെ മുറിക്കും പോലെ മുറിച്ചതിന് ശേഷം അത് നമുക്ക് കുക്കറിലിട്ടിട്ട് വിസിലടുപ്പിച്ചെടുക്കാം. അല്ലാതെ ഒരു കോപ്പയിൽ വെച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാനൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/4 സ്പൂണ് മുളക് പൊടിയും 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കാം. ഒരു 1/4 മുറി തേങ്ങ എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ചെറിയ ജീരകവും പിന്നെ 2 പച്ചമുളക് എടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കതിൽ തൈര് ഒഴിച്ചിട്ട് വേണം ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാനായിട്ട്. തൈര് ഒഴിച്ചിട്ട് അരച്ച് നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുകും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ആ കൂട്ട് നമ്മൾ കുക്കറിലുള്ള പൈനാപ്പിൾ നല്ലതുപോലെ വെന്തതിന് ശേഷം ഈ കൂട്ട് അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ആ പൈനാപ്പിളിൽ നിന്ന് തന്നെ അല്പം ഒന്ന് എടുത്തിട്ട് നമുക്ക് ഈ മിക്സിയിലെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഓവർ തിളപ്പിക്കാതെ ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഈ പൈനാപ്പിളിൽ മധുരം കുറവാണ് എന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നല്ല മധുരം ഉള്ളതാണെന്നുണ്ടെങ്കിൽ മധുരം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു വറവ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് കടുകും കൂടെ ഇട്ടിട്ട് 3-4 വറ്റൽമുളകും കൂടെ ഇട്ടതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്കിതിലേക്ക് വറവിട്ട് കൊടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എല്ലാവർക്കും ഓണത്തിനായാലും വിഷുവിനായാലും അല്ലാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണിത്. ഇതേപോലെ നല്ല ടേസ്റ്റുള്ള വിഭവങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.